ദൈവവാക്യങ്ങൾ കേട്ടിട്ട് ഇന്ന് മകൻ സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് അവരുടെ മുഖത്ത് നോക്കി പറയുകയോ, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ അനുഗ്രഹിച്ചാൽ ഉലകത്തിലെ ശക്തിക്ക് നിന്നെ ശമിക്കാൻ കഴിയില്ല. അടുത്ത വാക്യം അബ്രഹാമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഇപ്രകാരമാ, യു ഷാൽ ബി എ ബ്ലെസ്സിംഗ് ഫോർ എവരി ഫാമിലീസ് ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, മുട്ടുമടക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തുതിക്കുന്ന യൗവനക്കാരാ, അവൻ ദൈവവേലയ്ക്ക് വേണ്ടി ചുവടുവെക്കുന്ന ദൈവഭക്ത, ഇന്ന് പകൽ നിങ്ങളെ നോക്കി ദൈവം പറയുകയാണ്, യു ഷാൽ ബി എ ബ്ലെസ്സിംഗ് ഫോർ എവരി ഫാമിലീസ് ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ ദൈവശബ്ദം കേട്ടപ്പോ അബ്രഹാമിന്റെ പ്രത്യേകത ബൈബിൾ പറയുന്നു, അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഇന്ന് പകൽ യഹോവയുടെ നാമത്തിൽ അവൻ ദൈവത്തെ ആരാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും യൗവനക്കാരും ശിശുക്കളും ആരുമായിക്കോട്ടെ, ആത്മാവിന് ദൂത് പറയാം. ഇന്ന് പകൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നീ നിൽക്കരുത്. സ്തുതിക്കാൻ അതരം തുറക്കണം. ഹല്ലേലൂയ. ഇന്നലെ സ്തുതിച്ചതുപോലല്ല, അവൻ കഴിഞ്ഞ ആഴ്ച സ്തുതിച്ചതുപോലല്ല. ഇന്ന് പകൽ ആർത്തു വിളിച്ച് അധരങ്ങൾ തുറന്ന് അവൻ ശരീരം വിട്ടുകൊടുത്ത് അവൻ സ്തുതിക്കാൻ തയ്യാറാകണം. അടുത്തതായിട്ട് അബ്രഹാമിനെ ദൈവം